ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായിട്ട് ഉപയോഗിക്കുന്ന സ്പ്ലെൻഡ ക്യാൻസർ ഉണ്ടായേക്കാമെന്ന് മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയെപ്പറ്റി അനേകം പ്രേക്ഷകരിൽ നിന്ന് ചോദ്യങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇറ്റലിയിലെ വളരെ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു ചെറിയ റിസർച്ച് ഫേമിൽ നിന്നാണ് ഈ വാർത്തയുടെ ഉത്ഭവസ്ഥാനം. സ്പ്ലെൻഡയെപ്പറ്റി ഞാൻ പറയുന്നതിന് മുമ്പ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്സിനെ പറ്റി പൊതുവായി ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ വായിക്ക് മധുരം അനുഭവപ്പെടുന്നത് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര അഥവാ സുക്രോസ് മൂലമാണ്. പഞ്ചസാരയിൽ ഊർജ്ജമടങ്ങിയിരിക്കുന്നു. കാലറി ഇല്ലാത്ത അല്ലെങ്കിൽ കാലറി കുറവുള്ള ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഡയബറ്റിക് രോഗികൾക്ക് ഷുഗർ അമിതമായി കഴിച്ചാൽ അവരുടെ ബ്ലഡ് ഷുഗർ കൂടി കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. എന്നാൽ കാലറി കുറവുള്ള ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിച്ചാൽ ബ്ലഡ് ഷുഗർ കൂടുകയില്ലയും അവർക്ക് മധുരം ആസ്വദിക്കുവാൻ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് പ്രമേഹ രോഗികൾക്കൊരു അനുഗ്രഹമാണ്. രണ്ട്, നമ്മുടെ പല്ലുകൾക്ക് കേടുണ്ടാകുന്നത് അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും. അതുകൊണ്ട് ഡെന്റിസ്റ്റ് പലപ്പോഴും ഷുഗർ കുറയ്ക്കണം, ആവശ്യമെങ്കിൽ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കണമെന്ന് ഉപദേശിക്കാറുണ്ട്. മൂന്ന്, പഞ്ചസാരയേക്കാൾ 300-600 ഇരട്ടി മധുരം വരുന്ന പല ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും കമേഴ്സ്യൽ ഫുഡ്സിനും ഡയറ്റ് സോഡകളിലും ഉപയോഗിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞതും ആദായകരവുമാണ്. 4, പഞ്ചസാരയിൽ അധികം കാലറികൾ ഉള്ളതുകൊണ്ട് അത് നമ്മളുടെ വെയിറ്റ് കൂട്ടിയേക്കാം. അതുകൊണ്ട് വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ഓവർ വെയിറ്റ് ഉള്ളവർ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായി ചേഞ്ചസ് ഉണ്ടാക്കുകയും ഭക്ഷണം കുറയ്ക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഈ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ നടത്തിയ വിപുലമായൊരു പഠനം കാണിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടാതെ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം ഉപയോഗിക്കുന്നവരിൽ ബ്ലഡ് ഷുഗർ കുറയുന്നു, അപ്പോൾ വിശപ്പ് കൂടുന്നു, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു. അതുകൊണ്ട് ഇവരിൽ വെയിറ്റ് കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നതെന്ന് അവർ കണ്ടു. അമേരിക്കയിൽ ഇന്ന് വിൽക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള 5 ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി ഞാനിവിടെ അല്പം പറയാം. ഒന്ന്, സാക്കറിൻ. 1879 ഇത് കണ്ടുപിടിക്കപ്പെട്ടതെങ്കിലും 70 വർഷങ്ങൾക്ക് ശേഷം 1950 മാത്രമാണ് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ പ്രത്യക്ഷമാകുന്നത്. പ്രമേഹ രോഗികൾക്ക് ലഭിക്കുന്ന മധുരിക്കുന്ന ഒരു സൗഭാഗ്യമായി അതിനെ അന്ന് കരുതിയിരുന്നെങ്കിലും 1970 സാക്കറിൻ നൽകി എലികളിൽ കൂടുതലായി ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകുന്നതായി കാണപ്പെട്ടു. 1960 ഗർഭിണികളായ സ്ത്രീകൾക്ക് വോമിറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി താലിഡോമൈഡ് എന്ന മരുന്ന് നൽകാറുണ്ടായിരുന്നു. അവരുടെ ഛർദിൽ മാറിക്കിട്ടിയെങ്കിലും അനേക കുട്ടികളെ കാലും കണ്ണുമൊന്നുമില്ലാതെ വികലാംഗലായിട്ട് താലിഡോമൈഡ് ബേബികളുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പുതിയ മരുന്നുകളെപ്പറ്റി 1960 ഭയമുണ്ടായിരുന്ന കാലമാണ്. അതുകൊണ്ട് സാക്കറിൻ്റെ എല്ലാ പാക്കറ്റുകളിലും ഇത് ആനിമൽസിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് മനുഷ്യരിലും അപകടകരമായേക്കാമെന്ന് എഴുതി വെക്കണമെന്ന് നിബന്ധനയുണ്ടായിരുന്നു. ദീർഘകാലത്തെ പഠനങ്ങൾക്ക് ശേഷം സാക്കറിൻ മനുഷ്യരിലെ ക്യാൻസർ ഉണ്ടാക്കുകയില്ല എന്ന നിശ്ചയം വന്ന ശേഷം 2001 ഈ എഴുതി വയ്ക്കുന്നത് മാറ്റുവാനായിട്ട് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുവാദം നൽകി. ഇന്ന് സാക്കറിൻ മുഖ്യമായും സ്വീറ്റ് ആൻഡ് ലോ എന്ന ലേബലിലാണ് കടകളിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന അസ്പാർട്ടേം. ഇത് ഈക്വൽ, ന്യൂട്രാസിഡ് എന്ന പേരുകളിൽ കടകളിൽ നിന്ന് ലഭിക്കുന്നു. പഞ്ചസാരയേക്കാൾ 300 ഇരട്ടി മധുരമുള്ള ആസ്പാർട്ടേം മാർക്കറ്റിൽ ഇറങ്ങിയത് 1981 ഇത് പ്രായമായവരിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കിയേക്കാമെന്നുള്ള ഒരു അപഖ്യാതി മാധ്യമങ്ങളിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ ആസ്പാർട്ടേം ഉപയോഗിക്കുന്ന 5 ലക്ഷം സീനിയർ സിറ്റിസൺസിനെ
15 വർഷം നിരീക്ഷിച്ച ശേഷം ഈക്വലൻ ന്യൂട്രാസീറ്റും ഉപയോഗിക്കാത്തവരെക്കാൾ ബ്രെയിൻ ട്യൂമർ റേറ്റ് ഒട്ടും പോലും കൂടുതലില്ല എന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നിശ്ചയം വരുത്തിയിട്ടുണ്ട്. 5-6 വർഷം മുമ്പാണെന്ന് തോന്നുന്നു വളരെ കൂടുതൽ ആസ്പാർട്ടിൻ കുത്തിവെച്ച എലികളിൽ ലിംഫോമായും ലുക്കീമിയായും കൂടുതൽ ഉണ്ടാകുന്നു എന്ന് ഇതുപോലെ ഒരു കൊച്ചു ലാബറട്ടറിയിൽ നിന്ന് ലഭിച്ച പഠനവും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അന്ന് ആനിമൽസിന്, എലികൾക്ക് നൽകിയതിന് തുല്യമായിട്ടുള്ള ആസ്പാർട്ടേൻ മനുഷ്യർക്ക് ലഭിക്കണമെങ്കിൽ 2100 ക്യാൻ ഡയറ്റ് ക്യാനിലുള്ള അത്രയും സോഡകളോ അതിലടങ്ങിയിരിക്കുന്ന അത്രയും മരുന്നുകളോ കഴിക്കണം. അതുകൊണ്ട് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇത് സേഫാണെന്ന് പറയുന്നു. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള എയ്സൾഫാമിൻ, പൊട്ടാസ്യം, അതുപോലെ തന്നെ നിയോട്ടേം എന്നീ 2 മരുന്നുകളുകൂടെ 2 ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടുകളൂടെ ഉണ്ട്. അവ മുഖ്യമായും കമേഴ്ഷ്യൽ ഫുഡിലാണ് അധികമായും ഉപയോഗിക്കുന്നത്. ഇനിയും അടുത്തതായി അനേകർ ചോദിച്ചിരിക്കുന്ന സ്പ്ലെൻഡയിൽ, സുക്രലോസിൽ എത്താം. പഞ്ചസാരയേക്കാൾ 600 ഇരട്ടി മധുരം സ്പ്ലെൻഡായിക്കുണ്ട്. FDA സ്പ്ലെൻഡ മാർക്കറ്റിലെത്തുന്നത് 1999 എങ്കിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ മാർക്കറ്റിൽ 64% ഈ സ്പ്ലെൻഡ കരസ്ഥമാക്കിയിട്ടുണ്ട്. യാദൃച്ഛികമായി കിങ്സ് കോളേജിൽ വെച്ച് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയായ ശശീന്ദ്രനാണ് ഇതാദ്യമായി കണ്ടുപിടിക്കുന്നത്. സ്പ്ലെൻഡ ഇറങ്ങിയ കാലത്ത് സ്പ്ലെൻഡ ഈസ് മെയ്ഡ് ഫ്രം ഷുഗർ, ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഷുഗർ എന്നൊരു പരസ്യം ഉണ്ടായിരുന്നു. സ്പ്ലെൻഡ നിർമ്മിക്കുന്നത് ഡെക്സ്ട്രോസ് ഷുഗറിലാണ്. എന്നാൽ ഈ പരസ്യത്തിനെതിരായി സാധാരണ പഞ്ചസാര നിർമ്മിക്കുവാൻ വേണ്ടി കരിമ്പും പൊട്ടറ്റോസും അതുപോലുള്ള സംഗതികൾ കൃഷി ചെയ്യുന്ന കർഷകരെ കൊണ്ട് കേസ് കൊടുത്തു. സ്പ്ലെൻഡ നാച്ചുറൽ ഷുഗർ ആണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഷുഗർ മോളിക്യൂളിൽ 3 ക്ലോറിൻ ആറ്റംസ് കൂടി ആഡ് ചെയ്താണ് സ്പ്ലെൻഡ നിർമ്മിക്കുന്നത്. സ്പ്ലെൻഡ പഞ്ചസാരയെപ്പോലെ ടേസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതും ശരിയല്ല. കാരണം സ്പ്ലെൻഡ സാധാരണ പഞ്ചസാരയേക്കാൾ 600 ഇരട്ടി മധുരമുള്ളതാണ്. ഏതായാലും പിന്നീട് കമ്പനികൾ അവരുടെ പരസ്യം പിൻവലിക്കുകയുണ്ടായി. സ്പ്ലെൻഡയെക്കുറിച്ചുള്ള ഒരു നല്ല കാര്യം, അത് ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ 85% ഡൈജസ്റ്റ് ചെയ്യാതെ രക്തത്തിലൊന്നും എത്താതെ പുറത്തു പോയിക്കൊള്ളും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രയോജനം, ഉയർന്ന 450 ഡിഗ്രി ഫാരൻഹീറ്റിലും സ്പ്ലെൻഡ സ്റ്റേബിളാണ്. അതുകൊണ്ട് കുക്കിംഗ് ചെയ്യാനും ബേക്കിംഗ് ഗുഡ്സ് ഉണ്ടാക്കാനും സ്പ്ലെൻഡ വളരെ പ്രയോജനകരമാണ്. ഇന്ന് ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതിൽ ധാരാളമായി സ്പ്ലെൻഡ ഉപയോഗിക്കുന്നുണ്ട്. സ്പ്ലെൻഡ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നോക്കാം. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള 5 ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിൽ ഒന്നും തന്നെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഇന്ന് വരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. സ്പ്ലെൻഡയുടെ കാര്യത്തിൽ ഇറ്റലിയിലെ ഒരു കൊച്ചു ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഡോക്ടർ സോഫ്രറ്റി എന്ന ഒരു ഗവേഷകൻ നടത്തിയ പഠനം അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്തതാണ് ഈ വാർത്തയുടെ കാരണം. കുറച്ചെലികളിൽ ഹ്രസ്വകാലത്തേക്ക് കൂടുതൽ അളവിൽ സ്പ്ലെൻഡ നൽകിയപ്പോൾ എലികളിൽ ലുക്കീമിയ കൂടുതലായി ഉണ്ടായി എന്നാണ് ഡോക്ടർ സോഫ്രറ്റി അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കാര്യകാരണ സഹിതം ഡോക്ടർ സോഫ്രറ്റിക്ക് തൻ്റെ നിഗമനം ശരിയാണെന്ന് തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗവേഷണം കാര്യമായ പോരായ്മകളുള്ളതാണെന്ന് ആണ് ഈ വിഷയത്തിലെ വിദഗ്ധന്മാർ എല്ലാം തന്നെ പറയുന്നത്. മാത്രവുമല്ല, 1999 സ്പ്ലെൻഡ പുറത്തിറങ്ങിയ ശേഷം അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, യൂറോപ്യൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, കനേഡിയൻ ഫുഡ് അതോറിറ്റി, ഹെൽത്ത് കാനഡ, WHO തുടങ്ങി 110 അന്തർദേശീയ കേന്ദ്രങ്ങളിൽ ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് സുപ്രധാനമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഒരു തെളിവ് വരും ഇന്നേ ദിവസം വരെ ലഭിച്ചിട്ടില്ല.
ഡോക്ടർ സോഫ്രട്ടി മുമ്പും പല കാര്യങ്ങളിൽ തെളിവുകളില്ലാതെ പല അവകാശവാദങ്ങളും നടത്തിയിട്ടുള്ള ആളാണ്. പണ്ട് പറയാറല്ലേ, പട്ടി മനുഷ്യനെ കടിച്ചാൽ അതൊരു ന്യൂസാകത്തില്ല, എന്നാൽ മനുഷ്യൻ പട്ടിയെ കടിച്ചെന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യൂസായി തീരുമെന്ന്. ദീർഘകാലം കഠിനാധ്വാനം ചെയ്ത് ഗവേഷണം നടത്തി ഒരു റിസർച്ച് പേപ്പർ സമർപ്പിക്കുന്നതിന് പകരം പിയർ റിവ്യൂകളില്ലാതെ, വേണ്ട വിധത്തിൽ ശാസ്ത്രീയ ബാക്കിങ്ങുകളില്ലാതെ അസാധാരണമായ ഒരു ഗവേഷണ നിഗമനം പ്രസിദ്ധീകരിച്ചാൽ താൽക്കാലികമായ പ്രസിദ്ധി നേടും. അതിനുവേണ്ടി അപൂർവം ഗവേഷകരെ ഇന്നും ശ്രമിക്കാറുണ്ടെന്നുള്ളത് നിർഭാഗ്യകരമായൊരു വസ്തുതയാണ്. ഇറ്റലിയിൽ നിന്ന് ഡോക്ടർ സോഫ്രട്ടിയുടെ ഗവേഷണവും വാർത്തയും ഇത്തരത്തിലുള്ള ഒന്നാണെന്നാണ് മുഖ്യധാരയിലെ ഗവേഷകരുടെ എല്ലാം അഭിപ്രായം. അതുകൊണ്ട് ഇറ്റലിയിൽ നിന്നൊരു റിപ്പോർട്ട് വന്നുവെന്ന് കേട്ടുകൊണ്ട് മാത്രം ഡയബറ്റിക് രോഗികളോ സ്പ്ലെൻഡ ഉപയോഗിക്കേണ്ടവരോ അത് ഉപേക്ഷിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. സൗത്ത് അമേരിക്കയിലുള്ള സ്റ്റീവിയ എന്ന ചെടിയിൽ നിന്നെടുക്കുന്ന സ്റ്റീവിയ ട്രൂവിയ എന്ന 2 സ്വീറ്റ്നേഴ്സ് കൂടെ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇത് ചെടിയിൽ നിന്ന് എടുക്കുന്നതിനാൽ ഇത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അല്ല, നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ആണെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. അത് ശരിയുമാണ്. ഒരു വസ്തു ചെടിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് മാത്രം അത് അപകടകരമല്ല എന്ന് പറയുക സാധ്യമല്ല. ഏറ്റവും വിഷം കൂടിയ നമ്മുടെ ഒതളയ്ക്കായും പോയിസൺ ഐവി ചെടിയുടെ ഇലകളുമെല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് തന്നെയല്ലേ. സ്റ്റീവിയായും ട്രൂവിയായും എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല. എങ്കിലും ഇവ മാർക്കറ്റിൽ എത്തിയിട്ട് അധിക നാളായിട്ടില്ലാത്തതിനാൽ കുറച്ചുകൂടി കാലം കൂടി കാത്തിരിക്കുകയായിരിക്കും ബുദ്ധിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മറ്റൊരു കാര്യം, പൊതുമാധ്യമങ്ങളിലോ ഇൻ്റർനെറ്റിലോ ഒരു ന്യൂസ് കണ്ടത് മൂലം തങ്ങളുടെ ചികിത്സയിലോ ആരോഗ്യ സംരക്ഷണ രീതികളിലോ ആരും മാറ്റം വരുത്തരുത്. ഈ മേഖലയിൽ വിദഗ്ധന്മാരുടെ ഉപദേശമനുസരിച്ച് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ വരുത്താവൂ. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുജനങ്ങളോ സ്നേഹിതരോ അവരുടെ ഒറ്റപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങളെ മാത്രം ആധാരമാക്കി ചികിത്സാ രീതികളിൽ മാറ്റങ്ങൾ വരുത്തരുത്. ഒരിക്കലൊരു അമേരിക്കൻ വനിത മത്സ്യാഹാരം നിർത്തിയതിൻ്റെ കാരണം എന്നോട് പറഞ്ഞതോർക്കുന്നു. അവരുടെ അമ്മയും അമ്മയുടെ ഒരു സഹോദരിയും മത്സ്യാഹാരം വളരെ ഇഷ്ടമായിരുന്നു, ധാരാളം കഴിക്കുമായിരുന്നു. അവർക്ക് 2 പേർക്കും ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായി. അതുകൊണ്ട് തനിക്കും ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകാതിരിക്കാൻ മത്സ്യഭക്ഷണം നിർത്തിയെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവരുടെ അമ്മയും അവരുടെ സ്നേഹിതയുടെയും പ്രായത്തിലുള്ള 10 സ്ത്രീകളിൽ ഒരാൾക്ക് മത്സ്യം കഴിച്ചാലും ഇല്ലെങ്കിലും ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകുമെന്നും അതുകൊണ്ട് ശരീരത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന മത്സ്യാഹാരം ഉപേക്ഷിക്കുന്നതിൽ ഒരു ന്യായവുമില്ലെന്നും അവരെ സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു. അതുപോലെ രോഗശമനം എങ്ങനെയുണ്ടാകുന്നു എന്നതിൻ്റെ പേരിലും രോഗികളിൽ തെറ്റായ അനേക മിഥ്യാധാരണകൾ ഉണ്ടാറുണ്ട്. കഴിഞ്ഞ തലമുറയിലെ ഏറ്റവും പ്രഗത്ഭ ഭിഷഗ്വരനായ ഡോക്ടർ വില്യം ബോയ്ഡ് ചിക്കാഗോ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു വിസിറ്റ് us will get better without any help from us, without any medicine from us. God gives them spontaneous cure without our medicine. But whether God cures or not, doctor cures or not, we doctors always collect the fee. ഡോക്ടറെ സന്ദർശിക്കുന്ന രോഗികളിൽ ഡോക്ടറെ കൊണ്ട് സഹായമില്ല, ഉണ്ടെങ്കിലും ഇല്ലാതെങ്കിലും സ്പോണ്ടേനിയസായി ഈശ്വരൻ സൗഖ്യം നൽകുന്ന അനേകരുണ്ട്, ഒരു പങ്ക് ആൾക്കാരുമുണ്ട്. ഈശ്വരൻ സുഖമാക്കിയാലും ഞങ്ങൾ ഡോക്ടർമാർ സുഖമാക്കിയാലും ഡോക്ടർമാർ ഫീസ് വസൂലാക്കും. പക്ഷേ ദൈവം നൽകുന്ന സൗഖ്യത്തിന് പ്രതിഫലം പറ്റുന്ന മറ്റു ചിലർ കൂട്ടർ കൂടെ ഇന്നുണ്ട്. മന്ത്രവാദികൾ, വൈദികർ, സ്വാമിമാർ, ടെലിവിഷൻ എവാഞ്ചലിസ്റ്റ്, ആൾദൈവങ്ങൾ തുടങ്ങിയവർ. എന്നാൽ ഈശ്വരൻ സൗജന്യമായി നൽകുന്ന രോഗസൗഖ്യങ്ങൾക്ക്, സ്പോണ്ടേനിയസ് ക്യൂറിന് ഇടയ്ക്ക് നിന്ന് കൈക്കൂലി വാങ്ങിക്കുവാൻ ശ്രമിക്കുന്നത് ആരായാലും, സ്വാമിയായാലും, അച്ഛനായാലും, വൈദികനായാലും, ടെലിവിഷൻ എവാഞ്ചലിസ്റ്റ് ആയാലും, ഡോക്ടർമാർ തന്നെയായാലും അത് ന്യായീകരണമില്ലാത്ത കുറ്റവും പാപവുമാണെന്നാണ് എൻ്റെ അഭിപ്രായം.